നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പ്രിയങ്ക, അവിടെ കാര്യങ്ങൾ എന്തായി? ഈ നേരം വരെ നീ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോഴാണോ വിളിച്ച് ചോദിക്കുന്നേ? ഇവിടെ വിവാഹം കഴിഞ്ഞു. എങ്ങനെ? വരുൺ രാധികയുടെ കഴുത്തിൽ താലി കെട്ടി. മണവാട്ടി ആരും തിരിച്ചറിഞ്ഞിട്ടില്ല. പുതിയ കല്യാണങ്ങളുടെ ആചാരമൊന്നും പറഞ്ഞ് മുഖം മൂടിയിട്ടാ ഞങ്ങൾ കതിർ മണ്ഡപത്തിലേക്ക് കൊണ്ടുപോയത്. നീ എന്ത് ചെയ്യാ? ആ സിനിമാക്കാർ എന്നെ പറ്റിച്ചു. അവരാരും ജെന്യുൻ പ്രൊഡ്യൂസേഴ്സ് ഒന്നും അല്ല. അതിനി നടക്കില്ല. നീ എന്ത് മണ്ടത്തരോ കാണിച്ചത്? വരുണിന്റെ ബന്ധുക്കളോട് സംസാരിച്ചപ്പോഴാ അയാളുടെ കുടുംബത്തിന്റെ ആസ്തിയെക്കുറിച്ച് ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലായത്. എടി, അവരെത്ര വലിയ കോടീശ്വരന്മാരാന്ന് അറിയോ? വരുണിനെ വിവാഹം കഴിച്ച് ആ വീട്ടിലേക്ക് പോയിരുന്നെങ്കിലേ നിന്റെ ആഗ്രഹം തീർക്കാൻ വരുൺ തന്നെ നിന്റെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുമായിരുന്നു. ആ ഫോണിങ്ങിതാ. പ്രിയ, വരുണിന്റെ കൂടെയാണ് നിന്റെ ജീവിതമെങ്കിൽ ഇന്ത്യയിലെ ഏത് ഇൻഡസ്ട്രിയിലും നിനക്ക് അയാളെ കൊണ്ട് പടം പ്രൊഡ്യൂസ് ചെയ്യിക്കായിരുന്നു. നിന്റെ ആഗ്രഹം പോലെ നിനക്ക് വളരായിരുന്നു. വെറുതെ അയാളെ ഒന്ന് സ്നേഹിച്ചാൽ മാത്രം മതിയായിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? നീ എത്രയും പെട്ടെന്ന് ഓഡിറ്റോറിയത്തിലേക്ക് എത്താൻ നോക്ക്. ഇതുവരെ രാധിക ആരും തിരിച്ചറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ആ പ്രിയ, മുത്തശ്ശി വന്നിട്ടുണ്ട്. നീ മുത്തശ്ശിയോട് സംസാരിക്കും. തൃപ്തിയായില്ലേ നിനക്ക്? നിന്റെ പ്രവൃത്തി കാരണം എന്താ സംഭവിച്ചെന്നറിയാവോ? ഒരു പേരും ഇല്ലാത്ത അവളുടെ കഴുത്തില് കണിമംഗലത്ത് പയ്യന്റെ താലി വീണു. എന്നോട് ക്ഷമിക്കണം മുത്തശ്ശി. വിവാഹം ഇഷ്ടമുള്ളത് കൊണ്ടൊന്നും അല്ല ഞാൻ പോകുന്നത്. അവരോട് വാക്ക് പറഞ്ഞതനുസരിച്ച് പൂജയ്ക്ക് ചെന്നില്ലെങ്കിൽ ഒരുപാട് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ആളുകളെയും കൂട്ടി വിവാഹ മണ്ഡപത്തിലേക്ക് വരുമെന്ന് പറഞ്ഞു. അച്ഛനെയും മുത്തശ്ശിയും ഒക്കെ അപമാനിക്കുമെന്നും പറഞ്ഞു. അതോർത്തപ്പോ ചെയ്തു പോയതാ. എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു. എത്രയും പെട്ടെന്ന് ആരുടെയും കണ്ണിൽ പെടാതെ ഇങ്ങോട്ടേക്ക് വരാൻ നോക്ക്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. എനിക്ക് മുത്തശ്ശിയെ വിശ്വാസമാ, ദൈവത്തെക്കാൾ വിശ്വാസമാ. ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ഞാൻ ഇപ്പൊ തന്നെ വരാം. എടാ, ഞാൻ ഇട്ടുകൊണ്ട് വന്ന ഡ്രസ് എവിടെ? വണ്ടി പെട്ടെന്ന് വിട്. അതെ, പ്രിയങ്ക ഇപ്പൊ എത്തും. നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ടാവണം. ഒരാളെ പോലും ഈ മുറിയിലേക്ക് കയറ്റി വിടരുത്. മുത്തശ്ശി, എന്റെ പേരക്കുട്ടിക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം കണക്ക് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റില്ല. പ്രിയങ്ക, ഞാൻ മണ്ഡപത്തിലേക്ക് വരുന്നില്ല. എന്നെ ആരെങ്കിലും കണ്ട പ്രശ്നമോ? നീ ഒരു കാര്യം ചെയ്, വേഗം ഡ്രസ് ചേഞ്ച് ചെയ്തോ. എല്ലാവരുടെയും മുന്നില് ഇനി മുഖം മുഷിഞ്ഞു നിൽക്കാൻ പറ്റില്ല. അതിനേക്കാളും നല്ലത് സന്തോഷമായിട്ട് അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുക. ആ വീട്ടിനകത്ത് അവളെ തീർക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. നീ വാ.
എക്സ്ക്യൂസ് മീ. ലേഡീസ് വാഷ്റൂം എവിടെയാ? ജീവിതത്തിൽ ഇതൊക്കെയല്ലേ ഏറ്റവും വലിയ സന്തോഷം. മക്കളെ ഒരു നിലയിൽ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ സമാധാനമായിട്ട് ഉള്ള കാലം ജീവിച്ചു തീർക്കാലോ. ആരുടെയും കണ്ണിപ്പെടാതെ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. എത്ര നേരിട്ട് കാത്തിരിക്കുക. വാ, ശരി, വാ, നമുക്ക് പോവാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.